നമ്മളിപ്പോൾ ഒരു വർഷത്തിലെ ഏറ്റവും ചൂട് കൂടിയ 3 മാസങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വീട്ടിൽ ഗാർഡൻ ചെയ്യുന്നവരും അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് വളർത്തുന്നവരും ഒക്കെ പൊതുവെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഏത് സമയത്താണ് വെള്ളം ഒഴിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? അപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട സമയങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ചൂട് കൂടി നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ചെടികൾ എന്ത് മാധ്യമത്തിലാണോ നട്ടിരിക്കുന്നത് അത് വളരെ ചൂട് കൂടി നിൽക്കുന്ന ഒരവസ്ഥയിൽ വെള്ളം ഒഴിക്കുന്നത് ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിരാവിലെയോ അല്ലെങ്കിൽ ഒരു 4 മണിക്ക് ശേഷമോ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ചെടികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി പറയാം. അതായത് വെള്ളം എപ്പോഴും ഡീപ്പ് വാട്ടറിംഗ് എന്ന് പറയും. ഡീപ്പ് വാട്ടറിംഗ് എന്ന് പറഞ്ഞാൽ വെള്ളം നല്ലപോലെ വളരെ പതിയെ ചെടിയുടെ വേരുകൾ നിൽക്കുന്ന അല്ലെങ്കിൽ റൂട്ട് സോൺ എന്ന് പറയുന്ന ആ ഒരു താഴ്ചയിലേക്ക് വെള്ളം പതിയെ പതിയെ ഇറങ്ങിപ്പോകുന്ന രീതിയിലാണ് നനയ്ക്കേണ്ടത്. അത് രാവിലെയും വൈകിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇൻ ബിറ്റ്വീൻ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് കൂടുതലും. അപ്പോൾ നമുക്ക് വെള്ളം മിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചില ട്രേകളിൽ വെള്ളം വെക്കാം. അതുപോലെ നിങ്ങൾ ഒറ്റയ്ക്ക് പോട്ട്സ് വെച്ചിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോട്ട്സ് എല്ലാം കൂടെ ചേർത്ത്, അല്ലെങ്കിൽ പോട്ട്സിൽ വെച്ചിരിക്കുന്ന ചെടികളെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കൊരു ബക്കറ്റിലോ ട്രേയിലോ ഒക്കെ വെള്ളം വെച്ചാലും ഈ ഹ്യൂമിഡിറ്റി ചെടികൾക്ക് കിട്ടാനായിട്ട് നല്ലതായിരിക്കും. മാത്രമല്ല, നേരിട്ടുള്ള ചൂട് ചെടികൾക്ക് ഏൽക്കുന്നതിൽ വ്യത്യാസം വരും. അതിലെ ഉയരമുള്ള ചെടികൾ ഉയരം കുറഞ്ഞ ചെടികൾക്ക് കുറച്ച് ഒരു തണൽ കൊടുക്കും. അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. ഇപ്പോൾ നിങ്ങളുടെ ഗാർഡനിലെ പോട്ടഡ് പ്ലാന്റ്സ് ഗാർഡനിൽ പല സ്ഥലത്തായിട്ട് സ്പ്രെഡ് ഔട്ട് ആയിരിക്കും സാധാരണഗതിയിൽ. അപ്പോൾ ഈ ചൂടിൻ്റെ കാഠിന്യം കൂടുമ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ സ്പ്രെഡ് ഔട്ടായിട്ട് കിടക്കുന്ന ഈ പോട്ടഡ് പ്ലാന്റ്സ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വെളിച്ചമുള്ള ഒരു സ്ഥലത്തേക്ക് താൽക്കാലികമായിട്ട് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് മഴ പെയ്തു തുടങ്ങുകയോ അല്ലെങ്കിൽ വെയിലിന്റെ കാഠിന്യം കുറയുകയോ ചെയ്യുമ്പോൾ പഴയ ലൊക്കേഷനുകളിലേക്ക് തന്നെ മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. ഈ ചൂട് കൂടിയ മാസങ്ങളിൽ ഈ തൈകളുടെ ചോട്ടിൽ സൂര്യപ്രകാശം അടിച്ചിട്ട് അല്ലെങ്കിൽ ചൂടടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം, ഈ തൈയുടെ ചോട്ടിൽ പരമാവധി കരിയിലകൾ അല്ലെങ്കിൽ അതുപോലുള്ള കോക്കനട്ട് ചിപ്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് തിക്കായിട്ടുള്ള ഒരു ലെയർ മൂടിയിടുകയാണെന്നുണ്ടെങ്കിൽ, മൾച്ചിങ് എന്നാണ് അതിന് പറയുക, അത് ചെടിയുടെ ചോട്ടിലെ മോയ്സ്ചറൊക്കെ അല്ലെങ്കിൽ ഈർപ്പം നിലനിർത്താനായിട്ട് സഹായകമാണ്. മാത്രമല്ല, പിന്നീട് അത് മണ്ണിന്റെ ഘടനയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അത് വളരെ സഹായകമാണ്. ഇപ്പൊ ഗാർഡനിൽ സാധാരണഗതിയിൽ ഔട്ട്ഡോർ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പ്ലാന്റ് ആണെങ്കിൽ തന്നെയും ചില വർഷങ്ങളിൽ വേനലിന്റെ കാഠിന്യം കൂടുതലാവും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിന് ഷെയ്ഡ് നെറ്റ് പ്രൊവൈഡ് ചെയ്ത് തന്നെയാണ് അതിനൊരു പരിഹാരമായിട്ടുള്ളത്. നമ്മുടെ വീടുകളിൽ പലപ്പോഴും ഈ AC കണ്ടൻസിങ് യൂണിറ്റ് എന്ന് പറയുന്നത് വീടിന്റെ പുറത്ത് പരിസരത്തൊക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവും. അപ്പൊ ചൂട് കൂടുന്തോറും ഈ ചെടികൾക്ക് അതിൽ നിന്ന് കൂടിയുള്ള ചൂട് താങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെടികൾ പോട്ടഡ് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഈ AC യൂണിറ്റുകളുടെ അടുത്ത് നിന്ന് മാറ്റി വെക്കുക. അതുപോലെ വെയിൽ നേരിട്ടടിക്കുന്ന ചുമരുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചെടികളൊന്ന് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ കാലാവസ്ഥ ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് തിരിച്ചു കൊണ്ടുവരികയാണ് നല്ലത്. താരതമ്യേന വലിയ ഗാർഡനുകൾ അല്ലെങ്കിൽ വലിയ കളക്ഷൻ ഓഫ് പ്ലാന്റ്സ് ഉള്ളവർക്ക് കഴിയുമെങ്കിൽ, അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു മോയ്സ്ചർ മീറ്റർ ഉപയോഗിച്ചിട്ട്, അത് ഗാർഡൻ പ്ലാന്റ്സ് ആണെങ്കിലും ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിലും ആ മോയ്സ്ചർ മീറ്റർ ഉപയോഗിച്ചിട്ട് മോയ്സ്ചർ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഫ്രീക്വൻസി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ അതാവുമ്പോൾ പറയുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവായിരിക്കും ചെടികളുടെ ചോട്ടിലെത്തുന്നത്. പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ കടുത്ത വേനൽക്കാലത്ത് ഈ വളപ്രയോഗം നടത്തുന്നത് ശരിയാണോ എന്നുള്ളത്. വളപ്രയോഗം കഴിയാവുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പക്ഷെ നമ്മൾ ഗാർഡൻ പ്ലാന്റ്സിനൊക്കെ നമ്മൾ വളം കൊടുക്കേണ്ടി വരും. അപ്പോൾ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ, ചെറിയ ഡോസുകളിൽ ഒരു 2 ആഴ്ച 4 ആഴ്ച ഒക്കെ ഗ്യാപ്പിൽ വളപ്രയോഗം നടത്തുക. അത് ചെയ്ത ഉടനെ തന്നെ നല്ലപോലെ വെള്ളം ഒഴിക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വളപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ചെടികളെ ചൂടിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് ഈ മുൻകരുതലുകളൊക്കെ എടുക്കുമ്പോഴും നമ്മൾ ചൂട് കൊണ്ട് ചെടിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. അത് ഒന്ന്, ഇലകളുടെ അരികുകൾ ചിലപ്പോൾ കരിഞ്ഞതുപോലെ നിൽക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇലകൾ വാടിപ്പോയിട്ടുണ്ടാവും. അതുപോലെ ഇലകളുടെ നിറം നല്ല പച്ച നിറത്തിൽ നിന്ന് ഒരു ഇളം പച്ച നിറത്തിലേക്ക് ഇലകളുടെ നിറം മാറുന്നതും ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇത് ചൂട് കൊണ്ടുള്ള പ്രശ്നങ്ങളാണെന്നുള്ളത്. നമ്മൾ ലൂസി ഗാർഡനിൽ ഗാർഡൻ പ്ലാന്റ്സും ഫ്രൂട്ട് പ്ലാന്റ്സും എല്ലാം തന്നെ വിൽക്കുന്ന ഒരു നഴ്സറിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുക്കൽ നിന്ന് പൊതുവേ നമുക്ക് വരുന്ന ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുള്ള പ്രതീക്ഷയിൽ ഈ പരിപാലനത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മൾ വേനൽക്കാലത്ത് ചെടികളുടെ പരിപാലനത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്.
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാനിവിടെ പറയാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാനതിനോട് റെസ്പോണ്ട് ചെയ്യും.